അതിന് വേണ്ടിയിട്ട് ഞാൻ അവിടെ 1 കിലോ ബീഫ് എടുത്തിട്ടുണ്ട്. നന്നായിട്ട് ക്ലീൻ ചെയ്ത് വെള്ളമൊക്കെ കളഞ്ഞിട്ട് ഒരു കുക്കറിലേക്ക് മാറ്റിയിട്ടുണ്ട്. ഇതിലേക്ക് ഒരു 4 വറ്റൽമുളകും 2 വെളുത്തുള്ളി ഫുള്ളായിട്ട് എടുക്കാം, 1 പീസ് ഇഞ്ചി, 10 ചെറിയ ഉള്ളി, ഇത്രയും കൂടെ ഒന്ന് ചതച്ചെടുത്തിട്ടുള്ള കൂട്ടാണ്. അത് ചേർത്ത് കൊടുക്കാം. ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. 2-3 ടീസ്പൂൺ വിനാഗിരി ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട്. പിന്നെ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ ഗരം മസാലപ്പൊടിയും പിന്നെ ഒരു 1.5 ടീസ്പൂണോളം പെരിഞ്ജീരകത്തിൻ്റെ പൊടി ചേർത്ത് കൊടുക്കാം. 1.5 ടേബിൾ സ്പൂൺ കാശ്മീരി ചില്ലി പൗഡറാണ് ഞാൻ ചേർത്ത് കൊടുക്കുന്നത്. പിന്നെ ഒരു 2-3 ടീസ്പൂൺ വെളിച്ചെണ്ണയും കൂടെ ചേർത്ത് കൊടുത്തിട്ട് നന്നായിട്ട് കൈകൊണ്ടൊന്ന് തിരുമിയൊന്ന് യോജിപ്പിച്ച് കുക്കറിൻ്റെ അടപ്പുകൊണ്ട് അടച്ചിട്ട് ഒരു 4-5 വിസിൽ കൊടുത്തിട്ടൊന്ന് വേവിച്ചെടുക്കാം. നമ്മൾ ഒട്ടും തന്നെ വെള്ളം ഒഴിക്കേണ്ട ആവശ്യമില്ല. ചെറുതായിട്ടൊന്ന് ചൂടായി തുടങ്ങുമ്പോൾ തന്നെ ആ ഒരു ബീഫിൽ നിന്നുള്ള വെള്ളം വന്നോളും. അപ്പോൾ വെള്ളം ഒഴിക്കാതിന് ഇത്രയും വന്നിട്ടുണ്ട്. നമുക്ക് ആ ഒരു വെള്ളം ഒന്ന് വറ്റിച്ചെടുക്കാം. ഇനി ഒരു പാൻ വെച്ചിട്ട് ഇതിലേക്ക് ഒരു 3-4 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചെടുക്കാം. എന്നിട്ട് നമ്മൾ വേവിച്ച് വെച്ചിട്ടുള്ള ഒരു ബീഫ് വെള്ളമൊക്കെ ഒന്ന് വറ്റിച്ചെടുക്കണേ. അതിന് ശേഷം വേണം നമ്മൾ പാനിലേക്ക് ചേർത്തെടുക്കാൻ വേണ്ടി. അതുപോലെ തന്നെ കുക്കായിട്ടുണ്ടോ എന്നും ചെക്ക് ചെയ്യണം. പിന്നെ 1-2 തണ്ട് കറിവേപ്പില ചേർത്തെടുക്കാം. 1 ടീസ്പൂൺ കുരുമുളകും 1 ടീസ്പൂൺ പെരിഞ്ജീരകം കൂടെ ഒന്ന് ചതച്ചെടുത്താണ് കല്ലിലിട്ട്. അതും പിന്നെ ചെറിയൊരു സവാള അരിഞ്ഞതും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നന്നായിട്ട് എല്ലാം കൂടെ ഒന്ന് ഇളക്കി യോജിപ്പിച്ച് ഒന്ന് ഡ്രൈ ആക്കിയിട്ടെടുക്കാം. ഒന്ന് ഫ്രൈ ആയി വരുന്ന സമയമാകുമ്പോഴത്തേക്ക് കുറച്ചും കൂടെ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് ഇഞ്ചി വെളുത്തുള്ളി പച്ചമുളകും കൂടെ ചതച്ചതാണ് അതൊരു 1-2 ടീസ്പൂൺ ചേർത്തെടുക്കാം. കുറച്ച് മല്ലിയില അരിഞ്ഞതും കൂടെ ചേർത്തിട്ട് എല്ലാം കൂടി നന്നായിട്ടൊന്ന് ഡ്രൈ ആക്കിയിട്ട് എടുക്കണേ. അപ്പോൾ നല്ല ടേസ്റ്റിലുള്ള ബീഫ് ഫ്രൈ ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും ട്രൈ ചെയ്ത് നോക്കിയോ, ഇഷ്ടപ്പെടും.